മുഹമ്മദ് ഗസാലി. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാർ പല നാടുകളിൽ ചുറ്റി സഞ്ചരിക്കും, പല സ്ഥലത്തും ജോലിയേൽക്കും. അദ്ദേഹം ജോലിയേറ്റത് ഖാദിയായി ചോമ്പാലിലാണ്, കുഞ്ഞിപ്പള്ളി. അവിടെ നിന്നൊരു പ്രമുഖ കുടുംബത്തിൽ വിവാഹം കഴിച്ച് അവിടെ ജീവിച്ച് മഹാനവർകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് ചരിത്രത്തിലെ പ്രസിദ്ധനായ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന മഖ്ദൂം രണ്ടാമൻ. ഉലമാ അന്ത്യവിശ്രമത്തിൽ മഖ്ദൂം രണ്ടാമനും തന്റെ കുടുംബത്തിന്റെ അതേ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രസിദ്ധമാണ്. ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ 1938 ജനിച്ചത് എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ ബുർത്തുഖാനിയീൻ എന്ന ഗ്രന്ഥം സമൂഹത്തിന് കൊടുത്തത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് എടുക്കാൻ കിട്ടും. ഏകദേശം 87 പേജുകളുള്ള ആ മലബാറിന്റെ ചരിത്രം വ്യക്തമായി വിശകലനം ചെയ്യുന്ന ആ കൃതി മലബാറിന്റെ ചരിത്രമാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ 1498 മുതൽ 1583 വരെയുള്ള പോർച്ചുഗൽ ആക്രമണ ചരിത്രം കംപ്ലീറ്റ് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇന്ത്യ ചരിത്രം എഴുതിയ പലരും പിന്നീട് മലബാറിന്റെ ചരിത്രത്തിന് ആധികാരിക രേഖയായി സ്വീകരിച്ചത് മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. രണ്ടാം മഖ്ദൂം എന്ന് പറയുന്ന മഖ്ദൂം സഗീർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ കൃതിയാണ്.